Good morning to all. Today we discussed about observation. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നിരീക്ഷിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ്ങാണ് ഒബ്സർവേഷൻ വരുന്നത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചോ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനായിട്ട് നമ്മൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഈ ഒബ്സർവേഷൻ വഴി നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റാസ് എങ്ങനെയുള്ളതായിരിക്കും? ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡാറ്റാസ് ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുക, അതായത് ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഡാറ്റാസ് എങ്ങനെയുള്ളതായിരിക്കും? ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീനിങ് പോലെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. ഒബ്സർവേഷൻ ഈസ് എ ക്ലാസിക് മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. ഇപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സയൻറ്റിഫിക് എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ഡാറ്റാസ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത് വിത്തൗട്ട് ഇൻട്രാക്ഷൻ വഴിയായിരിക്കും. അതായത് നമ്മൾക്ക് ആ ഒരു പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചോ നമ്മൾ ഡയറക്റ്റായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തില്ല. നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ റെസ്പോണ്ടൻറ്റിൽ നിന്ന് ആൻസേഴ്സ് കളക്ട് ചെയ്യുന്നതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആളെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ അയാളെ ഒബ്സർവ് ചെയ്തിട്ട് അയാളുടെ മാനറിസങ്ങൾ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആളോട് നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടല്ല നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇൻ ദിസ് മെത്തേഡ് ഡാറ്റാസ് ക്യാൻ ബി ഗ്യാദർ ഇൻ വിത്തൗട്ട് ഇൻട്രാക്ഷൻ വിത്ത് ദം ആൻഡ് ദർ ഇസ് എ നോ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റെസ്പോണ്ടൻറ്റ്. അതായത് നമ്മൾ ഡാറ്റാസ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത് വിത്തൗട്ട് ഇൻട്രാക്ഷൻ വഴിയാണ്. അതേപോലെ തന്നെ ദർ ഈസ് നോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടു ദ റെസ്പോണ്ടൻറ്റിനായിട്ട് നമുക്കൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല. പിന്നെ നമുക്ക് പറയാം, ഒബ്സർവേഷൻ നമുക്ക് എല്ലാ ഫീൽഡിലും നമുക്ക് നടത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്കൊരു പെർട്ടിക്കുലർ ഫീൽഡോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഏരിയ, അങ്ങനെ ചില ഏരിയാസിൽ മാത്രം, എല്ലാ ഫീൽഡിലും നമുക്ക് ഒബ്സർവേഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം, ദ സ്കോപ്പ് ഓഫ് ദ ഒബ്സർവേഷൻ ഈസ് ലിമിറ്റഡ് ഇൻ ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. കാരണം എന്താണ്, നമുക്ക് ഇത് എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമുക്ക് പറയാം, ഒബ്സർവേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് എങ്ങനെയുള്ളതായിരിക്കും? ആക്യുറേറ്റ് ഡാറ്റാസ് ആയിരിക്കും. കാരണം നമ്മൾ ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ആയിരിക്കും ഒബ്സർവേഷനിൽ ഉണ്ടായിരിക്കുക. സോ ദ ഡാറ്റ ഷുഡ് ബി ആക്യുറേറ്റ്. അപ്പോൾ ഇതാണ് ഒബ്സർവേഷനിൽ പറയുന്നത്. Observation is a classical method of scientific enquiry. The data can be gathered in without proper interaction by the respondent. There is no verbal communication and the scope of the observation is very limited and the accurate data can be provided in the method of observation. These are the meaning of observation. Next we move on features of observation. The first feature of observation is it is a physical and mental activity. That means observation and physical and mental activity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ആരാണോ റിസർച്ച് നടത്തുന്നത്, ആരാണോ ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റിയാണ്. കാരണം ആൾ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. കാരണം ഒരു പേഴ്സണെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ എല്ലാ മാനറിസങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് പറയാം, ഇറ്റ് ഷുഡ് ബി എക്സാക്റ്റ്. അതായത് ഡാറ്റ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒബ്സർവേഷൻ വഴി നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റാസ് എങ്ങനെയായിരിക്കും? ആക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദ ഡാറ്റ ഷുഡ് ബി എക്സാക്റ്റ് പറയാം. നെക്സ്റ്റ് പോയിന്റ് പറയാം, ഇറ്റ് ഈസ് സെലക്റ്റഡ് റേഞ്ച് ഓഫ് തിങ്സ് ടു ബി ഒബ്സർവ്. അതായത് ഒബ്സർവേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞു എല്ലാ ഫീൽഡിലും നമുക്ക് അപ്ലിക്കബിൾ ആവില്ല. ഒരു സെലക്റ്റഡ് ഡാറ്റാസിൽ മാത്രമേ നമുക്കിത് അപ്ലിക്കബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് സെലക്റ്റീവ്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണിലോ ആയിരിക്കും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് സെലക്റ്റഡ് റേഞ്ച് ഓഫ് തിങ്സ് ടു ബി ഒബ്സർവ്ഡ്. നമ്മൾ സെലക്ട് ചെയ്തതിനെ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത്. നെക്സ്റ്റ് പറയാം, ഇറ്റ് ഈസ് എ പർപ്പസീവ് നോട്ട് ഇൻഫോർമൽ. നമ്മൾ മിക്കപ്പോഴും ഒബ്സർവേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒബ്സർവേഷൻ നടത്തില്ല.
മെയിൻലി നമ്മൾ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു എയിം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കും. ആ പർപ്പസ് അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഒബ്സർവേഷനിൽ നമുക്ക് പറയാം, ഫസ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റി. ദ സെക്കൻഡ് പോയിന്റ് ഇറ്റ് ഈസ് സെലക്റ്റീവ്. ദ സെലക്റ്റഡ് റേഞ്ച് ഓഫ് തിങ്സ് ടു ബി ഒബ്സർവ്ഡ്. സെലക്ട് ചെയ്ത തിങ്സ് മാത്രമേ നമ്മൾ ഒബ്സർവ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ഈസ് പർപ്പസീവ് നോട്ട് ഇൻഫോർമൽ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡാറ്റാസ് ഗ്യാദർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി എക്സാക്റ്റ്, അതായത് ഒബ്സർവ് ചെയ്യുന്നത് എപ്പോഴും എക്സാക്റ്റ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ഡാറ്റാസ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 9 ടൈപ്സ് ആയിട്ടാണ്. The types of observation can be classified into 9 types. First one is simple and systematic observation. Second one is subjective and objective observation. Third is casual and scientific observation. Fourth one intrasubjective and intersubjective observation. Fifth one is factual and inferential observation. Sixth point is direct and indirect observation. Seventh is participant and non-participant observation. Eighth one is structured and unstructured information. And last one is controlled observation and non-controlled observation. Then we move on. First point, simple and systematic observation. What is simple and systematic observation? സിമ്പിൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതിന് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് സിമ്പിൾ ഒബ്സർവേഷൻ. ദ സിമ്പിൾ ഒബ്സർവേഷൻ മീൻസ് ദ ഒബ്സർവേഷൻ ഈസ് ഡൺ ടു കളക്ട് ഡാറ്റ അറ്റ് എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ഓഫ് റിസർച്ച് ഈസ് ടേംഡ് ആസ് എ സിമ്പിൾ ഒബ്സർവേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി സ്റ്റേജിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സിമ്പിൾ ഒബ്സർവേഷൻ എന്ന്. നെക്സ്റ്റ് പറയുന്നതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഈസ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ട്രെയിനിങ് to observers scheduled for recording and other devices to control observers and employed. That means simple observation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിനൊന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ പറയുന്നതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. അതായത് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിൽ കൂടി നമ്മൾ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുക, അതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ് സിമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. Simple observation means the data can be collected in exploratory stage is termed as a simple observation. The second is systematic observation. That means it follows the standard procedure, training, schedules for recording and analysis of the data is called systematic observation. നെക്സ്റ്റ് പോയിൻ്റാണ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് വൺ ഒബ്സർവ്സ് വൺസ് ഓൺ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ഈസ് കോൾഡ് സബ്ജക്റ്റീവ്. അതായത് ഒരാൾ അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതിന്, അയാളുടെ ഏത് ടോപ്പിക്കിലാണോ അയാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിന് ആൾ ഒബ്സർവ് ചെയ്യുന്നതിന് പറയുന്നതാണ് സബ്ജക്റ്റീവ് എന്ന്. ഇഫ് വൺ ഒബ്സർവ്സ് വൺസ് ഓൺ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ്, അതായത് ഒരാൾ ആളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് പറയുന്നതാണ് സബ്ജക്റ്റീവ് എന്ന്. നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഴ്സൺ ഒബ്സർവ് തിങ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ഹിം. ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ, അതായത് സ്വന്തമല്ലാത്തത്. നമ്മൾ പറഞ്ഞു സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ എക്സ്പീരിയൻസിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ പേഴ്സൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെങ്കിൽ അതർ പേഴ്സണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ് എന്ന്. സബ്ജക്റ്റീവ് മീൻസ് ദെയർ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് ഒബ്സർവേഷൻ നടത്തുന്നതിനാണ് സബ്ജക്റ്റീവ് എന്ന്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ പേഴ്സണിൽ നിന്ന് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്ന പറയുന്നതാണ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന്.
ദെൻ വി മൂവ് ഓൺ കാഷ്വൽ ആൻഡ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ. കാഷ്വൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ നോ പ്രീവിയസ് പ്രിപ്പറേഷൻ. അതായത് നമ്മൾ കാഷ്വലായിട്ട് ഒബ്സർവ് ചെയ്യുക, അതിനൊരു പ്രീവിയസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ കാഷ്വലായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് പറയുന്നതാണ് കാഷ്വൽ ഒബ്സർവേഷൻ. നെക്സ്റ്റ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർട്ടൻ മെഷേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാഷ്വൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ പ്രീവിയസ് പ്രിപ്പറേഷൻ. അപ്പോൾ സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാലോ ദർ ഈസ് ബേസ്ഡ് ഓൺ എ സർട്ടൻ മെഷർമെൻറ്റ് ടൂൾസ് ഈസ് കോൾഡ് സയൻറ്റിഫിക് observation. Next we move on intra-subjective and inter-subjective observation. Intra-subjective observation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if repeated observation of a constant phenomena is done by the same investigator which yield constant result is known as intra-subjective. That means അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ സെയിം ടോപ്പിക് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫിനോമിന, അതായത് സെയിം സബ്ജക്റ്റ് അല്ലെങ്കിൽ സെയിം ഏരിയ തന്നെയാണ് ആൾ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് റിപ്പീറ്റായിട്ട് ആൾ സെയിം ടോപ്പിക്ക് ഏരിയാസൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നതിനുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻട്രാ സബ്ജക്റ്റീവ് എന്ന്. ഇൻട്രാ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫിനോമിന ഈസ് ഡൺ ബൈ ദ സെയിം ഇൻവെസ്റ്റിഗേറ്റർ വിച്ച് ഈൽഡ് എ കോൺസ്റ്റൻറ്റ് റിസൾട്ട് ഈസ് നോൺ ആസ് ഇൻട്രാ സബ്ജക്റ്റീവ്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ തന്നെ സെയിം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? സെയിം റിസൾട്ട് അല്ലേ കിട്ടുക. അയാൾ കുറേ നാളുകളായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് ആ സ്ഥലത്ത് ഉള്ള ആ ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് ആൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ ആൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സെയിം റിസൾട്ട് ആയിരിക്കും. അതിനെ പറയുന്നതാണ് ഇൻട്രാ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ഇൻ്റർ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. ഇൻ്റർ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാ സബ്ജക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇഫ് ദ കോൺസ്റ്റൻറ്റ് ഫിനോമിന ബൈ ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സ് ഈൽഡ് കോൺസ്റ്റൻറ്റ് ഡാറ്റ ഇൻ ഇൻ്റർ സബ്ജക്റ്റീവ്. അതായത് കോൺസ്റ്റൻറ്റ് ഫിനോമിന മീൻസ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡാറ്റാസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇൻ്റർ സബ്ജക്റ്റീവിൽ പറയുന്നത്. കോൺസ്റ്റൻറ്റ് ഫിനോമിന തന്നെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒബ്സർവ് ചെയ്യുക, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് ഇൻ്റർ സബ്ജക്റ്റീവിൽ പറയുന്നത്. ഇൻട്രാ മീൻസ് സെയിം ഇൻവെസ്റ്റിഗേറ്റർ സെയിം സ്ഥലത്ത് സെയിം ടോപ്പിക്ക് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഇൻട്രാ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഫിനോമിന തന്നെ ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സ് ഒബ്സർവ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇൻ്റർ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ഫിഫ്ത്ത് പോയിൻറ്റ്, ഫാക്ച്വൽ ആൻഡ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ. ഫാക്ച്വൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്ത് വഴിയായിട്ടാണ്? ഫാക്ച്വൽ ഇൻഫോർമേഷൻ്റെ ബേസിസിൽ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് ഫാക്ച്വൽ ഒബ്സർവേഷൻ. ഫാക്ച്വൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ച്വൽ ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ത്രൂ ദ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ. ഒബ്സർവേഷൻ വഴി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസിനെ പറയുന്നതാണ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫാക്ച്വൽ ഒബ്സർവേഷൻ. നെക്സ്റ്റ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫറൻസ് വഴി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഇൻഫറൻസ് വഴി നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ഒബ്സർവേഷൻ നടത്തുന്നതിനാണ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ ഈസ് ദ ഒബ്സർവേഷൻ വിച്ച് ഈസ് ഡൺ ത്രൂ ഡ്രോ ഇൻഫറൻസസ് വഴി നമ്മൾ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ സിക്സ്ത് പോയിൻറ്റ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. വാട്ട് ഈസ് ഡയറക്റ്റ് ഒബ്സർവേഷൻ? ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മുടെ പ്രസൻസ് വഴി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഒബ്സർവേഷൻ ഈസ് ഫിസിക്കലി പ്രസൻറ്റ് ടു ദ ഒബ്സർവ് ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ പ്രസൻ്റ് ആയിട്ടിരിക്കുക. ദാറ്റ് മീൻസ് ഒബ്സർവർ അവിടെ പ്രസൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റായിട്ട് അയാൾ നേരിട്ട് നടത്തുന്ന ഒബ്സർവേഷനെ പറയുന്നതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കില്ല, അതിന് പകരം നമ്മൾ വല്ല TV വഴിയോ ക്യാമറ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്സ് വഴിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡാറ്റാസ് ഒബ്സർവ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ.
ദാറ്റ് മീൻസ് അവിടെ നമ്മുടെ ഒബ്സർവറുടെ ഒരു ഡയറക്റ്റ് പ്രസൻസ് ഉണ്ടായിരിക്കില്ല. അതാണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെൻ ഒബ്സർവേഷൻ ഈസ് ഡൺ ബൈ യൂസിങ് മെക്കാനിക്കൽ ഡിവൈസസ് സച്ച് ആസ് ക്യാമറ, TV ഈസ് ടേംഡ് ആസ് എ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവറിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഒബ്സർവർ, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ 7th പോയിന്റ്, പാർട്ടിസിപ്പൻറ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. That means first point is participant observation. Observer participate with the activities of the group is called participant. That means നമ്മളൊരു ഒബ്സർവേഷൻ നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടിരിക്കുക. ഒബ്സർവർ പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ ആക്ടിവിറ്റീസ്, അതായത് ഒബ്സർവ് ചെയ്യുന്ന ആൾ നമ്മൾ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം ഒബ്സർവ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡയറക്റ്റ് ഒബ്സർവേഷൻ്റെ ഒക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കുക. അതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് നോ ആക്ച്വൽ പ്രസൻസ് ഓർ ആക്ച്വൽ പാർട്ടിസിപ്പൻസ് ഇൻ ദ ആക്ടിവിറ്റീസ്. അതിനെയാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്. പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുക. ഇൻ കേസ് ഓഫ് നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ ആക്ച്വൽ പ്രസൻസ് ഓർ നോ ആക്ച്വൽ പാർട്ടിസിപ്പൻസ് ഇൻ ദ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് കോൾഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് നമ്മുടെ പോയിൻ്റാണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒബ്സർവേഷൻ നടത്തുമ്പോൾ നമുക്കൊരു വെൽ ഡിഫൈൻഡ് പ്ലാൻ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു ഫോം ഉണ്ടായിരിക്കണം. അതുവഴി നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതിനെ പറയുന്നതാണ് സ്ട്രക്ചേർഡ് എന്ന്. അപ്പോൾ സ്ട്രക്ചേർഡ് നമുക്ക് പറയാം ഒബ്സർവർ റെക്കോർഡ് ഓൺലി സർട്ടൻ വെൽ ഡിഫൈൻഡ് ബിഹേവിയർ, സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഈ സ്ട്രക്ചേർഡ്. അതായത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം വഴിയോ അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് പാറ്റേൺ വഴിയോ നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതിനെ പറയുന്നതാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക. അതിൻ്റെ അകത്ത് നമുക്കൊരു വെൽ ഡിഫൈൻഡ് പാറ്റേൺ ഉണ്ടായിരിക്കില്ല, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയുള്ളതായിരിക്കും? മോർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. അപ്പോൾ അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് നോ വെൽ ഡിഫൈൻഡ് ബിഹേവിയർ ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഈസ് നോട്ട് ഫോളോഡ്. ഇറ്റ് മെയിൻലി യൂസ്ഡ് ഇൻ എക്സ്പ്ലോറേറ്ററി ടെക്നിക്സ് ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് ഫ്ലെക്സിബിൾ മെത്തേഡ് ഈസ് കോൾഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് നമ്മുടെ പോയിൻ്റാണ് ലാസ്റ്റ് നമ്മുടെ ടൈപ്സിൽ വരുന്നതാണ് കൺട്രോൾഡ് ആൻഡ് നോൺ കൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒബ്സർവേഷൻ ഡൺ ചെയ്യുന്നത് ഒരു പ്രീ അറേഞ്ച്ഡ് പ്ലാനിലായിരിക്കും. അതേപോലെ തന്നെ കണ്ടീഷൻ ഓഫ് ദ ഒബ്സർവേഷൻ ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ഈസ് കോൾഡ് കൺട്രോൾ ഒബ്സർവേഷൻ. അതായത് നമ്മുടെ ഒബ്സർവേഷൻ എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കും. അതായത് നമ്മൾ പ്രീ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം അനുസരിച്ചായിരിക്കും ഒബ്സർവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന്. നെക്സ്റ്റ് പറയുന്നത് നോൺ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിൻ്റെ അകത്തൊരു പ്രീ അറേഞ്ച്ഡ് പ്ലാൻസോ അതേപോലെ തന്നെ ഒരു ഫോർമലായിട്ടുള്ളൊരു മെക്കാനിസം ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോംസ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിനെയാണ് നോൺ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രീ അറേഞ്ച്ഡ് ഫോമിൽ നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പാറ്റേണൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. നോൺ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് നോ പ്രീ അറേഞ്ച്ഡ് പ്ലാൻസ് ആൻഡ് നോ ഫോർമൽ മെക്കാനിസം ടൂൾസ്. അതിന് പറയുന്നതാണ് നോൺ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന്. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ്റെ 9 ടൈപ്സാണ് നമ്മൾ മെയിൻലി പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒബ്സർവേഷൻ്റെ ബാക്കി കാര്യങ്ങളും പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.